അപ്പോൾ നമ്മൾ ഇന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോകണം. അത് കാട്ടുകണ്ണി മാങ്ങാച്ചാർ. ഈ കാടായിട്ടുള്ള പ്രദേശങ്ങളിലും റയറായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഒരു 5 വർഷം 3 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു മാങ്ങ കിളിക്കുന്നത്. അപ്പോൾ ഇത് ഈ മാങ്ങാച്ചാർ ഇടുന്ന രീതി ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ പിങ്ക് സാൾട്ട്, അതായത് നമ്മുടെ ഹിമാലയൻ ഉപ്പ്, അങ്ങനെയുള്ള രീതിയിലുള്ള ഇന്ദുപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഉപ്പിനാണ് മാങ്ങ ഉപ്പിലിടാൻ പോണത്. ഈ ഉപ്പ് തന്നെ വേണമെന്നില്ല, കല്ലുപ്പും ഉപയോഗിക്കാം. അപ്പം എൻ്റെ കയ്യിൽ അത് ഉള്ളത് കൊണ്ട് ഞാനത് ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ മാങ്ങ ഇങ്ങനെ കൊലകുത്തിയായിട്ട് ഒരു 3 കിലോളം ഞാൻ വാങ്ങിച്ചിട്ട് അത് നല്ല രീതിക്ക് കഴുകിയിട്ട് തുണി കൊണ്ട് തുടച്ച് മാറ്റി ഇതിൻ്റെ കണ്ണി, അതായത് ഈ കറ പൊട്ടുന്ന വരുന്ന ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് ഭരണി കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നല്ല രീതിക്ക് തുടച്ച്, ഒരു കാരണവശാലും ഒരു ഈർപ്പം വരാൻ പാടില്ല, അതായത് വെള്ളത്തിൻ്റെ ഈർപ്പം. അപ്പോൾ ആ രീതിക്ക് മുകളിൽ, അതായത് കറ വരുന്നതിന് മുകളിലായിട്ട് വെച്ചായിട്ട് കട്ട് ചെയ്താണ് എടുത്തത്. അപ്പം ചുണ്ടും കുഞ്ഞി ആ ജോലി ഏറ്റെടുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പ് ഇടുന്നതിന് രീതി എന്ന് പറയുന്നത്, നമ്മൾ ഈ മാങ്ങയ്ക്കകത്ത്, അതായത് നമ്മുടെ ഈ സോൾട്ട് ആദ്യം ഒരു ലെയർ, അത് കഴിഞ്ഞിട്ട് മാങ്ങ നിരത്തി അത് രണ്ടാമത് കട്ട് ചെയ്തിട്ട് മൂന്നാമത്, അങ്ങനെ ഒരു കുറച്ച് ലെയറായിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളമൊന്നും ഒഴിക്കില്ല. അപ്പോൾ അതിനകത്ത് ബാലൻസ് ഉള്ള ഉപ്പും കൂടെ ചേർത്ത് വിതറിയതിന് ശേഷം നമ്മൾ കോട്ടൺ തുണി വെച്ചിട്ട് ഇത് മൂടി അത് കെട്ടി ഒരു 15 ദിവസമാണ് മിനിമം. അല്ലെങ്കിൽ ഞാനിന്ന് 25 ദിവസത്തോളം ആയപ്പോഴത്തേക്ക് ഞാൻ ഈ സാധനം പുറത്തെടുത്തപ്പോൾ കാണുന്നതിന് ഇത്രയൊക്കെ കിട്ടിയോളെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ എടുത്തപ്പോഴത്തേക്കും അവരും അടുത്തുള്ളവരൊക്കെ തിന്നു തീർത്തപ്പോൾ ആ ഒരു മാങ്ങാച്ചാർ ഇടുന്ന രീതിയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ നമ്മുടെ കായം, ഒരു സ്പൂൺ കായം കൂടെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ല എള്ളെണ്ണയ്ക്കകത്ത് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വഴട്ടിയെടുത്ത്, അപ്പം നമ്മൾ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കായം കൂടെ നല്ലോണം വറുത്ത് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഒന്നും കൂടെ ഇത് സെറ്റാക്കുന്നത്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ കടുകും നമ്മുടെ ഈ ഉലുവയും കൂടെ നല്ലോണം മൂപ്പിച്ചത്, അത് മിക്സിയിട്ട് അടിച്ച് പൊടിച്ചതിൻ്റെ ഭാഗമാണ് ചേർത്ത്. അതിന് ശേഷം നമ്മൾ ഈ മാങ്ങ തട്ടി അത് ഇളക്കിയെടുത്ത ശേഷമാണ് ഇത് കാണുന്നത്. അപ്പം അന്ന് തന്നെ നമ്മൾ കഴിക്കത്തില്ല, അതൊരു 2-3 ദിവസം കൂടെ ഇരുന്ന് ഇതിൻ്റെ ഒന്നും കൂടി ആ ഓയിലൊക്കെ ഇറങ്ങി ഇതാക്കി വന്നതിന് ശേഷം ഇതെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.